മാർച്ച് 5-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മുടെ വോട്ടർ ഇലക്ഷൻ കമ്മീഷനിലെ വോട്ടർ ID-യിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ടോറൽ സിസ്റ്റത്തിൽ ഒരുപാട് മാൾ പ്രാക്ടീസസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. അതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ആധാർ ലിങ്കിങ് പറയുന്നതായിട്ടുള്ളത്. കാരണം ഈ ഒരു ഡബിളിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയുടെ ഇലക്ടോറൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ വോട്ടേഴ്സും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓരോ ഇലക്ഷന് ശേഷവും ഈ ഒരു വോട്ടേഴ്സിന്റെ എണ്ണത്തിലുള്ള വർധനവിൽ ഭൂരിഭാഗവും ഭരിക്കുന്ന പാർട്ടിക്ക് അനുസൃതമായിട്ട് വോട്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള പരാതികൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ റീസെന്റ് ആയിട്ട് നടന്ന ജനറൽ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തേക്കുക. അപ്പോൾ ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാം തന്നെ വോട്ടർ രജിസ്ട്രേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നതായിട്ടുള്ളത്. ഇലക്ടേഴ്സിന്റെ ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ നമ്പേഴ്സ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒന്നിലധികം ID കാർഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ പരാതികൾ ഉണ്ടായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് EPIC മെമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭീഷണി തന്നെയാണ്. പ്രത്യേകിച്ച് മൈഗ്രന്റ് ആയിട്ടുള്ള വോട്ടേഴ്സിന്റെ ഒക്കെയാണ് തയ്യാറാക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു വോട്ടർ ഡാറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഇലക്ഷൻ ID കാർഡ് നമ്പേഴ്സ് നൽകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഈ ഒരു കൺസേൺസിനെ ഫുള്ളി അഡ്രസ്സ് ചെയ്യുന്നില്ല. ഒരു സൊല്യൂഷൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക, ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഫ്രോഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആധാർ മാത്രം ഒരു ഫുൾ പ്രൂഫ് പ്രൊവിഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൈവസി കൺസേൺസ് ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വോട്ടേഴ്സിന് ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഒഴിവാകുന്നതിന് സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആധാർ എന്ന് പറയുന്നത് അതുപോലെ പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യാം എന്നുകൂടി ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഡ്യൂപ്ലിക്കേസിനെ ഒഴിവാക്കാൻ വേണ്ടി. ആധാർ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ, ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. പക്ഷേ ഒരു ബെറ്റർ ആയിട്ടുള്ള വഴികൾ കണ്ടെത്തേണ്ടതായിട്ട് അതിലെ ആ ഒരു ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തേണ്ടതായിട്ട് ആൾക്കാരുടെ വിശ്വാസ്യത കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിക്കിന് ഇലക്ടോറൽ റോൾ ആക്സസിബിൾ ആണ്. പക്ഷേ ഈ ഒരു ആധാർ നമ്പേഴ്സ് അതിൽ മാസ്ക് ചെയ്തുകൊണ്ട് ആധാർ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഫേർട്ടുകളും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ താൽക്കാലികമായിട്ട് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേ സമയത്ത് ആൾക്കാരുടെ ആധാർ ഡാറ്റയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിന് ട്രാൻസ്പാരന്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്തയാണ് ഇൻകം ടാക്സ് ബില്ലുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ദിവസം വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ബില്ലിലുള്ള പ്രൊവിഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻകം ടാക്സ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഇൻകം ടാക്സ് ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇൻകം ടാക്സ് ആക്ട് 1961 റീപ്ലേസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ബില്ലിലെ പ്രൊവിഷൻസ്. ഇൻകം ടാക്സ് ബില്ല് 2025 പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് നിലവിലുള്ള ഇൻകം ടാക്സ് ആക്ട് 1961 റീപ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പുതിയ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ബോത്ത് ടാക്സ് പേയേഴ്സിനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ടാക്സ് പേയ്മെന്റ് എന്ന് പറയുന്നതിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതും കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗവൺമെന്റ് 1961 ആക്ടിനെ പറഞ്ഞത് അത് ഔട്ട്ഡേറ്റഡ് ആയി മാറി. അത് വളരെ കോംപ്ലക്സ് ആണ്, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ്. കാരണം ഒരുപാട് എക്സെപ്ഷൻസും പ്രൊവിഷൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നൽകുന്ന ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബില്ലുകൾ എന്ന് പറയുന്നത് പക്ഷേ ഒരു പ്രത്യക്ഷത്തിൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല. ഒരു കോസ്മെറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പുറത്ത് കാണുന്ന കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. അതായത് ഈ നിലവിലും പുതിയ ബില്ലിലും ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ടെന്നും, അതായത് ഈ ഒരു എക്സിസ്റ്റിംഗ് ലോയിലുള്ളത് പോലെ തന്നെ സംശയങ്ങളും ആംബിഗ്യൂറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പുതിയ ലോയും ഉണ്ടാക്കിയതെന്നാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസിനെ റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ ചില കോംപ്ലയൻസ് റിക്വയർമെന്റുകളെ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലിറ്റിഗേഷൻ അതുപോലെ തന്നെ അൺസർട്ടിനിറ്റിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും എങ്ങനെയാണ് പരാതി പരിഹരിക്കുക, എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റ് പ്രത്യേകിച്ചും ഇൻകം ടാക്സേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു ഫണ്ടമെന്റൽ അപ്രോച്ചിനെ ഇതിൽ മാറ്റം വരുത്തുന്നില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എങ്ങനെയാണോ ഇൻകം ടാക്സ് ഏർപ്പെടുന്നത് അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈവൻ പുതിയൊരു ടാക്സ് സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് നിലവിലുള്ളത് എന്നുള്ളെങ്കിൽ പോലും ഇറസ്പെക്റ്റീവ് അതിന് പകരം നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്നുള്ള രീതിയിലൊക്കെയുള്ള വാക്കുകളുടെ ചെറിയ മാറ്റങ്ങളല്ലാതെ ആവറേജ് ആയ ടാക്സ് പേയറെ സംബന്ധിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ ലോയിൽ ഇല്ല എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു ബില്ലിൽ
സെറ്റിൽഡ് ലീഗൽ മാറ്റേഴ്സ് ഓൾറെഡി സെറ്റ് ചെയ്ത ലീഗൽ മാറ്റേഴ്സിനെ റീ ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ഇത് വീണ്ടും വിഷയങ്ങൾ കോടതി കയറുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ടാക്സ് അതോറിറ്റീസുകൾക്ക് നിലവിൽ കംപ്ലീറ്റ് ചെയ്ത അസസ്മെന്റുകളെ റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവർക്ക് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി പറ്റും, കോൺഫിസ്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും തുടങ്ങിയിട്ടുള്ള പ്രൊവിഷൻസ്. അതായത് ഒരു വർഷത്തെ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് തീർന്നില്ല, 2 3 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അത് അസസ്മെന്റ് എടുത്തു നോക്കി നിങ്ങൾ കൂടുതൽ ടാക്സ് അടക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ടാക്സ് അതോറിറ്റീസിന് ഒരുപാട് അധികാരങ്ങൾ നൽകുന്ന അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല. അത് ഈ അധികാരത്തെ മിസ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് കൺഫ്യൂസ് ചെയ്യാനും തെറ്റായ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവുന്നതിനും കാരണമാകും എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ കൂടുതൽ കോടതി കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബില്ലിന്റെ എക്സ്പാൻഷൻ പവർ ആണ്. അതായത് ഈ ഒരു ഇൻകം ടാക്സ് അതോറിറ്റിക്ക് എവിടെ വേണമെങ്കിലും പരിശോധനകൾ നടത്താനും എന്ത് വേണമെങ്കിലും സീഷ്യർ ചെയ്യാനും പിടിച്ചെടുക്കാനുമുള്ള അധികാരം നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈവൻ നമ്മുടെ ഡിജിറ്റൽ ഇൻഫർമേഷൻ, നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വന്ന് പിടിച്ചെടുക്കാനുള്ള അധികാരം നൽകുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ എല്ലാം പരിശോധിക്കും. ഈവൻ ഇലക്ട്രോണിക് ഡിവൈസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ഡിവൈസ് ആയിക്കോട്ടെ, ഇമെയിൽസ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആയിക്കോട്ടെ, മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ആയിക്കോട്ടെ, ഒരു ജുഡീഷ്യൽ ഓവർസൈറ്റും ഇല്ല, കോടതിയിൽ പോവാതെയോ കോടതിയുടെ വാറണ്ട് ഒന്നും ഇല്ലാതെ തന്നെ പരിശോധിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു കൺട്രോൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഏജൻസികളുടെ മേലെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡാറ്റയൊക്കെ ലീക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന്റെ മേലെ കടന്നു കയറാനുള്ള ഒരു ടൂളായിട്ട് ഗവൺമെന്റ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഒരു ബില്ല് കൃത്യമായിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻസ് അല്ല നൽകുന്നത്, കുറെ കൂടി അക്കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മെക്കാനിസത്തെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി ഈ ഒരു ബില്ല് ഈ നിലവിലുള്ള ടാക്സ് പേയേഴ്സിനെ കുറച്ചുകൂടി വൾണറബിൾ ആക്കുന്ന രീതിയിലും ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസികൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് എന്നും ഓതർ പറയുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് പാർലമെന്റിൽ കൊണ്ടുവന്നു, കൃത്യമായിട്ടുള്ള ലീഗൽ സ്ക്രൂട്ടിനി ആവശ്യമുണ്ട്. കാരണം 1961 ആക്ടിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്നതിന്റെ ആവശ്യകതയില്ല എന്നുള്ള ഒരു ക്രിറ്റിക്സ് വരുന്നുണ്ട്. ഗവൺമെന്റ് വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള അമെന്റ്മെന്റുകൾ നിലവിലുള്ള നിയമത്തിൽ നടത്തിയാൽ മതിയാവും. മറിച്ച് അതിനു പകരം സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് അമെന്റ്മെന്റ് ചെയ്യുന്നു, ബില്ലിനെ റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയുമെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആ ഒരു സിംപ്ലിഫിക്കേഷനെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വ്യക്തികളുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലല്ല, വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് മേലെ കടന്നു കയറാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് ഈ ഒരു ആക്ടിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അടുത്തത് ഇന്ത്യയും UAE തമ്മിലുള്ള ഏവിയേഷൻ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് ഈ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിലേക്കുള്ള UAEയുടെ അംബാസഡർ ആണ്, അദ്ദേഹമാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നേവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിനെ റവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു എയർപോർട്ട് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യ ഓൾറെഡി തേർഡ് ലാർജസ്റ്റ് ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ആണ് ഗ്ലോബലി. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഉഡാൻ പോലുള്ള കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഈ ഒരു പദ്ധതികൾ ഏവിയേഷൻ സെക്ടറിനെ എത്തിക്കാൻ വേണ്ടി വിമാനത്താവളങ്ങൾ ആൾക്കാർക്ക് എയർ ട്രാവൽ ഫീസിബിൾ ആക്കുക എന്നുള്ളത് കൂടുതൽ ഈ ഒരു മേഖലയിലുള്ള ഗ്രോത്ത് മെച്ചപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ വിഷണറി ആയിട്ടുള്ള റെഗുലേഷൻസും ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പും വഴി ഇന്ത്യക്ക് ഈ ഒരു മേഖലയിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. ഇനി UAEയും ഇന്ത്യയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ UAE എന്ന് പറയുന്നത് ഇന്ത്യയുടെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഔട്ട് ബൗണ്ട് ട്രാവൽ മാർക്കറ്റ് ആണ്. ഒരുപാട് ഇന്ത്യക്കാർ UAEയിലേക്ക് പോകുന്നുണ്ട്, തിരിച്ചും UAEയിൽ നിന്ന് ആൾക്കാർ ഇന്ത്യയിലേക്കും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 2023 മാത്രം 4.5 ബില്യൺ 45 ലക്ഷം ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് UAEയിലേക്ക് പോയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഹൈ ഡിമാൻഡ് ആണ് UAEയിലേക്കുള്ള എയർ ടിക്കറ്റുകൾക്ക്. ഈ ഒരു എയർ സർവീസ് എഗ്രിമെന്റുകൾ ഇന്ത്യയും UAEയും തമ്മിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഫ്ലൈറ്റുകൾ നിലവിൽ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഹൈ ആയി മാറുന്നുണ്ട്, ട്രാവലേഴ്സിന്റെ ചോയ്സും കുറവാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ കാരിയേഴ്സിന് ഈവൻ ദുബായിലേക്കുള്ള ഫ്ലൈറ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. UAE കാരിയേഴ്സിനാണെങ്കിൽ ഇന്ത്യൻ സിറ്റികളിലേക്ക് കൃത്യമായിട്ട് ഫ്ലൈറ്റുകൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള എയർ സർവീസ് റെഗുലേഷൻസിനെ എടുത്തു കളഞ്ഞുകൊണ്ട് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് രണ്ട് രാജ്യങ്ങളെയും എക്കണോമിക്കിനെ കാര്യമായിട്ട് ബാധിക്കും. രണ്ട് രാജ്യങ്ങളും നമ്മൾ എക്കണോമിക്കൽ പാർട്ട്ണർഷിപ്പിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഏവിയേഷൻ സ്ട്രാറ്റജീസ് കൊണ്ടുവന്ന് രണ്ട് രാജ്യങ്ങളും ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ കണക്ടിവിറ്റിയും ഒക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് രണ്ട് രാജ്യങ്ങളുടെയും ഗ്രോത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ UAE ഇന്ത്യയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണ്. ഇന്ത്യയെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യയിൽ മെയിൻ്റനൻസ് എയർപോർട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയൊക്കെ UAEക്ക് താല്പര്യങ്ങളുണ്ട് എന്നാണ് ഈ അംബാസഡർ പറയുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കാം.
അപ്പോൾ ഇന്ത്യക്കും UAE-ക്കും പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഏവിയേഷൻ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അംബാസഡർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ വിവിധ ഇന്ത്യൻ സിറ്റികളിലേക്ക് UAE-യിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ വരുന്ന സാഹചര്യത്തിലേക്കാണ് ഇത് ഗ്ലോബൽ ഏവിയേഷൻ ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദുബായ്, അബുദാബി പോലുള്ള പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് ആയിട്ട് ഒരു ഹബ്ബ് ഏരിയ ആയിട്ട് മാറുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്കും പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എക്കണോമിക് ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനും ട്രേഡിനെയും കണക്ടിവിറ്റിയും ഒക്കെ മെച്ചപ്പെടുത്താനും ഈ ഒരു ഏവിയേഷൻ സെക്ടറിന്റെ ഗ്രോത്ത് സഹായിക്കും എന്നും അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. അടുത്തൊരു വാർത്ത ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട സംശയമാണ്. നമ്മൾ ഓൾറെഡി എന്താണ് ഡീലിമിറ്റേഷൻ, തമിഴ്നാട് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ കൺസേൺസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീലിമിറ്റേഷൻ പല പ്രാവശ്യം UPSC ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്നുകൂടി ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ അദ്ദേഹം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട കൺസേൺസ് റേസ് ചെയ്തു. എങ്ങനെയാണ്, അതായത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് സീറ്റുകൾ കുറയും, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് സീറ്റുകൾ വർദ്ധിക്കും. ഈവൻ സീറ്റുകൾ ഫിക്സ് ആക്കിയിട്ട് പോപ്പുലേഷൻ അനുസരിച്ച് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിലും ഇതേ സാഹചര്യം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2026 സെൻസസിന് ശേഷമായിരിക്കും ഡീലിമിറ്റേഷൻ നടത്തുക എന്ന് പറയുന്നത്. 2021 ശരിക്കും സെൻസസ് നടത്തേണ്ടത്. അത് ഡിലേ ആയി 2026 നടക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ നോക്കി കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താ, നമ്മുടെ രാജ്യത്ത് വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ അതുപോലെ തന്നെ ലോകസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന പ്രോസസ്സിനെയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഉദാഹരണത്തിന് കേരളത്തിന്റെ പോപ്പുലേഷൻ അനുസരിച്ച് 20 ലോകസഭാ സീറ്റുകളാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ മൊത്തം പോപ്പുലേഷൻ അതായത് ഏകദേശം 3 കോടിയാണെന്ന് വിചാരിക്കാം. ഈ ഒരു 3 കോടിയെ 20 കൊണ്ട് ഹരിക്കും. 3 കോടിയെ 20 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പോപ്പുലേഷൻ വെച്ചിട്ട് ഓരോ സ്ഥലത്തെയും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ. അതായത് പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടാണ് സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പാർലമെന്റിന്റെ ആക്ട് പ്രകാരം, ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരമാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. പ്രീവിയസ് ആയിട്ട് ഡീലിമിറ്റേഷൻ നടത്തുന്നത് ജസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 1951 പിന്നെ ഓരോ സെൻസസിന് ശേഷം 61 71 നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഡീലിമിറ്റേഷൻ നടന്നതിന് ശേഷം 1971 ശേഷമാണ് പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നത്. അപ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സിൽ പോപ്പുലേഷൻ അനുസരിച്ചാണല്ലോ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് നെഗറ്റീവായി മാറും എന്നുള്ളത് കൊണ്ട് 1971 സെൻസസ് വെച്ചിട്ട് 543 ലോകസഭാ സീറ്റുകളിൽ അത് ക്യാപ്പ് ചെയ്യുകയും അതിനുശേഷം ഈ ഒരു സീറ്റുകളിൽ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടത്തിയിട്ടില്ല. സ്റ്റേറ്റ് ലെവലിലൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ ഈ ഒരു അതിർത്തി പുനർനിർണയിക്കും എന്നല്ലാതെ സീറ്റുകൾ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് 2026 സെൻസസിന് 2026 ശേഷമുള്ള സെൻസസ് പ്രകാരം റീഅഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് നിലവിൽ പ്രൊവിഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഗ്രോത്ത് അൺഇവൻ ആണ്. 1971 പോപ്പുലേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അതിൽ പല സംസ്ഥാനങ്ങളും പരാജയപ്പെട്ടു, പല സംസ്ഥാനങ്ങളും വിജയിച്ചു. ഉദാഹരണത്തിന് ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ളവ പരാജയപ്പെട്ട സംസ്ഥാനങ്ങൾ. അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ കൂടുതലാണ്. അതേസമയത്ത് സൗത്തേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള കേരള, തമിഴ്നാട്, കർണാടകയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോളിലാണ്. അവർ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതായത് നിലവിൽ 2 സാഹചര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ ലോകസഭയിലുള്ള 543 സീറ്റുകളെ പുതിയ പോപ്പുലേഷൻ ഡാറ്റ വെച്ച് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ കേരളത്തിൽ പോപ്പുലേഷൻ കുറവാണ്, തമിഴ്നാട് പോപ്പുലേഷൻ കുറവാണ്. അപ്പോൾ കേരളത്തിന്റെ സീറ്റുകൾ നിലവിലുള്ള 20 നിന്ന് ചിലപ്പോൾ 19 18 ഒക്കെ കുറയാം എന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ പോപ്പുലേഷൻ അനുസരിച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അപ്പോൾ നിലവിലുള്ള സീറ്റുകളിൽ നിന്ന് 848 സീറ്റുകളിലേക്കൊക്കെ അത് വർദ്ധിക്കും. 543 848 ഇങ്ങനെ അധികം വരുന്ന സീറ്റുകൾ ഭൂരിഭാഗവും നോർത്തേൺ സ്റ്റേറ്റുകൾക്കാണ് പോവുക. സൗത്തേൺ സ്റ്റേറ്റുകൾക്ക് കാര്യമായിട്ടുള്ള വർധനം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നോക്കി കഴിഞ്ഞാൽ സൗത്തേൺ സ്റ്റേറ്റ്സിന് ഏകദേശം 5% സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇത് സൗത്തേൺ സ്റ്റേറ്റുകൾ ഇതിനെതിരെ ഡീലിമിറ്റേഷനെതിരെ വലിയ പ്രതിഷേധത്തിന് കാരണമാവുന്നതാണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 സിറ്റിസൺ 1 വോട്ട് പ്രിൻസിപ്പിൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈക്വൽ റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്ന രീതിയിൽ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. US നോക്കി കഴിഞ്ഞാൽ അവർക്ക് 1913 മുതൽ തന്നെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ 435 സീറ്റുകൾ. ഈവൻ പോപ്പുലേഷൻ വർദ്ധിച്ചു എങ്കിൽ പോലും ഈ പ്രൊപ്പോർഷണാലിറ്റി അവർ നിലവിലുള്ളത് പോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
വരുന്നതായിട്ടുള്ളത്. അത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് 543 സീറ്റുകളായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ നിലവിലുള്ള ഫെഡറൽ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ MLAമാരുടെ എണ്ണം അവരുടെ പോപ്പുലേഷൻ ഗ്രോത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ഡെമോക്രാറ്റിക് റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ആക്ഷൻ എന്ന് പറയുന്നത് സൗത്തേൺ അല്ലെങ്കിൽ സ്മോളർ സ്റ്റേറ്റ്സിലുള്ള MPമാർക്കാണ് ഇതിന്റെ നെഗറ്റീവിൽ വരിക. അപ്പോൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിന് മേലെ ഒരു ക്യാപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. സോ ദാറ്റ് അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അതേസമയത്ത് ഡെമോക്രാറ്റിക് റെപ്രസെന്റേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് ഉള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്തയാണ് വാലസ് ലൈനിനെ സംബന്ധിച്ച്. അപ്പോൾ എന്താണ് ഈ ഒരു വാലസ് ലൈൻ? എന്താണ് ഈ ഒരു വാലസ് ലൈൻ ഡിപ്പിക്ട് ചെയ്യുന്നത്? 2 കോണ്ടിനെന്റ്സ് ഉള്ള സ്പീഷീസിനെ സംബന്ധിച്ചൊക്കെയാണ് വാലസ് ലൈൻ പറയുന്നത്. എന്താണ് ഈ വാലസ് ലൈൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വാലസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള ബൗണ്ടറി ആണ്. ഏഷ്യക്കും ഓസ്ട്രേലിയക്കും ഇടയിലായിട്ടുള്ള കുറേ ദ്വീപ് സമൂഹങ്ങൾ 10-25,000-ഓളം ദ്വീപുകളുണ്ട്. ആ ഒരു ദ്വീപുകൾക്കിടയിലുള്ള ഒരു ഇമാജിനറി ലൈനെയാണ് വാലസ് ലൈൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ലൈൻ വരക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വാലസ് ലൈൻ്റെ നോർത്തിലും അല്ലെങ്കിൽ സൗത്തിലും ഒരു സൈഡിലും മറ്റൊരു സൈഡിലും ഉള്ള ജീവികൾ വളരെയധികം വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ബയോഡൈവേഴ്സിറ്റികളിലുള്ള വ്യത്യാസത്തെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാലസ് ഈ ഒരു ലൈനിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലൈനെയാണ് വാലസ് ലൈൻ എന്ന് വിളിക്കുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാലസ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു 2 പ്രദേശത്തുള്ള, അതായത് സുലാവേസി എന്ന് പറയുന്ന പ്രദേശത്തുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റി വളരെയധികം വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ബോർണിയോ അതുപോലെ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു സ്പീഷീസ് വ്യത്യാസമൊക്കെയാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടത്. ഉദാഹരണത്തിന് അവിടുത്തെ ടാർസിയർ എന്ന് പറയുന്ന അനിമൽ, അതുപോലെ തന്നെ ഡ്വാർഫ് കസ്കസ് എന്ന് പറയുന്ന അനിമൽസ് ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത്. പ്രത്യേകിച്ചും അത് ഓസ്ട്രേലിയയിലാണോ ഏഷ്യയിലാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാലസ് ലൈൻ വന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം മുന്നേ ഉണ്ടായിരുന്ന പാസ്റ്റ് ആയിട്ടുള്ള ജിയോളജിക്കൽ ഈവൻസ് ആണ് എന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കാം. ഈ ഒരു വാലസ് ലൈൻ എന്ന് പറയുന്നത് ബെർണിയോ അതുപോലെ തന്നെ സുലാവേസി എന്ന് പറയുന്ന 2 ദ്വീപുകൾക്ക് ഇടയിലാണ് പോകുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് ആക്ച്വലി മലൈ ആർക്കിപ്പെലാഗോ എന്ന് പറയുന്ന പ്രദേശത്ത് കൂടിയാണ് പോകുന്നുള്ളത്. ഏകദേശം 25,000-ഓളം ഐലൻഡ്സ് ഇവിടെയുണ്ട്. ഈ ഒരു വാലസ് പറഞ്ഞെന്ന് വെച്ചാൽ ഈ പ്രദേശങ്ങൾ മുൻ ഒരു ഭാഗം ഏഷ്യയുമായിട്ട് നേരത്തെ കണക്റ്റഡ് ആയിരുന്നു, ബ്രോക്കൺ പാർട്ടാണ്. അതേസമയത്ത് ഒരു ഭാഗം അന്റാർട്ടിക്കയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള, ഓസ്ട്രേലിയയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 വ്യത്യസ്ത ലാൻഡ് മാസുകളിലാണ് ഈ ബയോഡൈവേഴ്സിറ്റി രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവികളെ കാണാൻ കാരണം എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയ നോർത്ത് മൂവ് ചെയ്തു എൻവയോൺമെന്റൽ ചേഞ്ചസ് കാരണം. അതുകൊണ്ടാണ് അടുത്തടുത്ത് ഈ പ്രദേശങ്ങൾ എത്തിയതെങ്കിൽ പോലും ഇവിടെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഡിഫറൻസ് കാരണം അതിന്റെ ഒറിജിൻ ഇത് രൂപപ്പെട്ടു വന്നത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ, അതായത് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ പേഷ്യൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നതിനെ തടയേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞുള്ളത്. അപ്പോൾ എന്താണ് സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത്, എന്താണ് ഈ ഒരു വിഷയം എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ചും ഹെൽത്തുമായി ബന്ധപ്പെട്ട ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അതായത് ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ വരികയാണ്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ രോഗികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൃത്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ആൾക്കാർ പോകേണ്ടി വരുന്നതെന്നും അതുവഴി ആണ് ഈ ഒരു രോഗികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇറക്കുകയാണ് സുപ്രീം കോടതി പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് വാങ്ങുകയും അതുവഴി അവരുടെ എക്സ്പെൻസുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതിന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരുത് എന്നും സ്റ്റേറ്റുകളോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻ കൊണ്ടുവന്നു പ്രൈവറ്റ് സെക്ടറിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ ആരും പ്രൈവറ്റ് സെക്ടറിൽ ആശുപത്രികൾ തുടങ്ങില്ല, അത്തരം സാഹചര്യത്തിലേക്കും. അതേ സമയത്ത് ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കണം. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, ഓർത്ത് വെക്കുക, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാൻ പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനാപരമായിട്ടുള്ള ഫ്രെയിംവർക്കിന്റെ പരിധിയിൽപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങളോട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കുന്ന രീതിയിലുള്ള പോളിസികൾ കൊണ്ടുവരരുത്. കൃത്യമായിട്ട് 2 പേർക്കും സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് കൊണ്ടുവരേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സൊറാവാറിന്റെ ഡെവലപ്മെന്റ്. സൊറാവാർ എന്ന് പറയുന്നത് ഇതേപോലുള്ള ഒരു ടാങ്ക് ആണ്. സൊറാവാറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബെൽജിയം ടെക്
ജയന്റ് സഹകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ സോറോവാർ എന്താണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബെൽജിയമിലെ ഒരു കമ്പനിയാണ് ജോൺ കോക്രെയിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. അവര് പുനെ ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോ ന്യൂമാറ്റിക്സ് ഹൈഡ്രോളിക്സുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ ആർമിയുടെ ലൈറ്റ് ടാങ്ക് ആയിട്ടുള്ള സോറാവാറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് DRDOയും L&Tയും ഒക്കെ പ്രീവിയസ്ലി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടി ടററ്റുകൾ, അതായത് ഇതിലെ വെടി ഉതിർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ടററ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ആ ഒരു ടററ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയുള്ള ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ആയിട്ടുള്ള ഈ ഒരു ടാങ്കിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു ബെൽജിയം കമ്പനി സഹകരിക്കുന്നതായിട്ടുള്ളത്. ഇന്ത്യയും ചൈനയും തമ്മിൽ ലഡാക്കിൽ സ്റ്റാൻഡ് ഓഫ് നടന്നപ്പോൾ ഈ ഒരു സോറോവാർ എന്ന് പറയുന്ന ടാങ്കുകൾ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. ഒരു 60-40 എന്ന് പറയുന്ന രീതിയിൽ ഒരു ജോയിന്റ് പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് വെഞ്ചർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യ ഏകദേശം 700ഓളം ടാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോയിന്റ് വെഞ്ചർ വരുന്നതോടുകൂടി ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടററ്റുകൾ കിട്ടും എന്നാണ് കരുതുന്നത്. അപ്പോൾ ടോപ്പ് ടയർ ടററ്റ് ടെക്നോളജി JCDയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആയിട്ടൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഡിഫൻസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നുള്ള ഒരു വാർണിംഗ് ആണ്. ഇന്ത്യയുടെ ക്രെഡിറ്റ് സിസ്റ്റം NBFCസിനെ കൂടുതലായിട്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു വലിയ കൺസേൺ ആണ് എന്നുള്ളതാണ് IMFന്റെ ഡാറ്റ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു IBFCയും NBFCയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺസേൺ ആണ് റേസ് ചെയ്യുന്നത്. IMF പറഞ്ഞതെന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് NBFCs ഒരുപാട് കടങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർ പ്രധാനമായിട്ടും ഈ ഒരു വലിയ ത്രെട്ടിലാണ് കടന്നു പോകുന്നതെന്നാണ് പറഞ്ഞത്. അതായത് കൂടുതലായിട്ടും പവർ സെക്ടറിലേക്കും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സിലേക്കുമാണ് NBFCs കടം ലോൺ കൊടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പവർ സെക്ടർ ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ആയിക്കോട്ടെ, പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്ന സെക്ടേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ NBFCs വലിയൊരു ത്രെട്ടിലേക്ക് പോകുന്ന സാഹചര്യമാണ് എന്നാണ് IMF പറയുന്നുള്ളത്. അപ്പോൾ ഈ പവർ സെക്ടറിൽ 63% ലോണുകളും 2024 ഫിസിക്കൽ ഇയറിൽ NBFCs ആണ് കൊടുത്തിട്ടുള്ളത്. 3 പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ NBFCs ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഇൻഫ്രാസ്ട്രക്ചറിനായിക്കോട്ടെ 55%, 2019-20 ഇത് 55% ആണെങ്കിൽ അത് 63%ത്തിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ NBFCs എങ്ങനെയാണ് പൈസ കടം കൊടുക്കുന്നത് വെച്ചാൽ ഇവർ പ്രധാനമായിട്ടും ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പണം റേസ് ചെയ്യുന്നതായിട്ടുള്ളത്. എന്നിട്ട് ഈ പൈസയാണ് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത് അവര് കടമായിട്ട് കൊടുക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള NBFC ആയിട്ടുള്ള IREADA പോലും വളരെ റിസ്കിലാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത്, ഉദാഹരണത്തിന് ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്ത് 6% ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ ബോണ്ട് കൊടുത്തിട്ട് ഇതേ ബോണ്ട് വഴി കിട്ടുന്ന പൈസയെ 10%-നും 12%-നും ഒക്കെയാണ് NBFCs ലോൺ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് അവരുടെ എക്സ്പെൻസുകളും അവരുടെ പ്രോഫിറ്റ് ഒക്കെ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഇൻട്രസ്റ്റ് റേറ്റ്, ബോണ്ടുകൾക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു IMF പറഞ്ഞത് ഈ ഒരു NBFCs വലിയ റിസ്കിലാണ്, കാരണം ഇത്തരത്തിലാണ് ഇവർ ഫണ്ട് റേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് എക്കണോമിക് ഗ്രോത്ത് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ, അതുവഴി ഇൻഫ്ലേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ബാങ്കുകളുടെ എക്കണോമിക് സാഹചര്യം എന്നുള്ളതിനെ കുറിച്ചും പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ PSBs, പബ്ലിക് സെക്ടർ ബാങ്കുകൾ അവരുടെ ക്യാപിറ്റൽ അഡീക്വസി റേഷ്യോ ആയിട്ടുള്ള 9% കീപ്പ് ചെയ്യാൻ വേണ്ടി, ഈവൻ ഇൻഫ്ലേഷൻ കൂടുകയാണ്, എക്കണോമിക് ഗ്രോത്ത് കുറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാഗ്ഫ്ലേഷൻ സിറ്റുവേഷനിൽ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് PSBs അവരുടെ ക്യാപിറ്റൽ ബേസ് സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നും ഈ ഒരു IMFന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗവൺമെന്റും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ ഒരു പറയുന്നുണ്ട്. അതായത് അവരുടെ ക്യാപിറ്റൽ ബേസ്, ഡിവിഡൻഡുകൾ കുറച്ചുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ ബേസ് ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തൊരു വാർത്ത, US-ന്റെ താരിഫ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അമേരിക്ക, കാനഡയുടെ മേലെയും മെക്സിക്കോയുടെ മേലെയും ചൈനയുടെ മേലെയൊക്കെ താരിഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുതലായിട്ട് ഏർപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അതിന് കൗണ്ടർ മെഷേഴ്സ് ആയിട്ട് ചൈനയും മെക്സിക്കോയും കാനഡയും ഒക്കെ തിരിച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ്. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം കാനഡയുടെ മെക്സിക്കോയുടെ മേലെയുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു 2 രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾക്ക് 25% ഇമ്പോർട്ട് ഡ്യൂട്ടി, കനേഡിയൻ എനർജി എന്ന് പറയുന്നതിന് 10% ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാനഡ റിട്ടേൺ ആയിട്ട് $100 ബില്യൺ US ഗോൾഡിന്റെ മേലെ താരിഫ് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെക്സിക്കോ അവരുടെ ഓൺ റിട്ടാലിയേറ്ററി താരിഫുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ പ്രൊഡക്റ്റുകളുടെ മേലെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുകൂടി ഓർക്കുക. അപ്പോൾ ട്രംപ് ചൈനയുടെ മേലുള്ള ഇമ്പോർട്ട് 10%-ൽ നിന്ന് 20% നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചൈനയുടെ
അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടുകളുടെ മേലെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇതിനൊരു റിട്ടാലിയേറ്ററി മെഷറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഇമ്പാക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുക, സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഇൻഫ്ലേഷന് കാരണമാവും. സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് ഇൻഫ്ലേഷന് കാരണമാവും. പോസിബിലി ഇതൊരു ട്രേഡ് വോറിലേക്ക് കടക്കും എന്നുള്ളതാണ്. അപ്പോൾ പല എക്കണോമിസ്റ്റുകളും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മോശം സാഹചര്യത്തിലേക്കും. ട്രംപ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഔട്ട്കം ചിലപ്പോൾ വളരെ വേഴ്സ് ആയിരിക്കാം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത, കശ്മീർ യൂണിവേഴ്സിറ്റി ഡ്രൈ സമ്മറിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഡ്രോട്ട് കണ്ടീഷനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആ പ്ലാൻ, എന്താണ് ആ രീതി എന്നാണെന്നുള്ളത്. അപ്പോൾ കശ്മീരിലെ അഗ്രികൾച്ചറൽ സയൻസ് യൂണിവേഴ്സിറ്റി ആണ് ഒരു ഡ്രൈ വിന്റർ അതുപോലെ ലോ റെയിൻഫോൾ സമയത്ത് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി, കൃഷി ചെയ്യാൻ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് സീഡ് അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഫാം അഡ്വൈസറീസ് കൃത്യമായിട്ട് നൽകുക. ഏത് കൃഷി ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അഡ്വൈസസ് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഡ്രോട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകൾ ആയിട്ടുള്ള മൈസ് അല്ലെങ്കിൽ പൾസസിനെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ നൽകുന്നുണ്ട്. വാട്ടർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റൈസിൻ്റെ കൾട്ടിവേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസും പറയുന്നുണ്ട് എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഡ്രോട്ട് മിറ്റിഗേഷൻ സ്ട്രാറ്റജി, പ്രത്യേകിച്ചും മുൽച്ചിങ്, അതായത് ഈ ഒരു വൈക്കോലും മറ്റുമൊക്കെ മണ്ണിൻ്റെ ഉപരിതലത്തിടുകയും മണ്ണിലുള്ള ജലാംശം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് മുൽച്ചിങ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻറ്റി ട്രാൻസ്പിറൻറ്റ് ഏജൻറ്റുകൾ, ചെടികളിലൂടെയും മണ്ണിലൂടെയും വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ട്രാൻസ്പിറൻറ്റ് ഏജൻറ്റുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച്, മണ്ണിലെയും മറ്റുമൊക്കെ മോയ്സ്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മൈക്രോ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവരിക, ഡ്രിപ്പ് ഇറിഗേഷൻ കൊണ്ടുവരിക എന്നുള്ളത് വാട്ടർ യൂസേജ് കുറക്കാൻ വേണ്ടി സഹായിക്കും. കൂടാതെ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ആയിട്ടുള്ള ആപ്പിൾസിനും മറ്റുമൊക്കെ പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവരിക. അത് കുറച്ചുകൂടി വാമർ വെതർ വരുന്ന സമയത്ത് പെസ്റ്റ് ഇൻവേഷൻ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവരിക എന്നുള്ള സജഷനും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെജിറ്റബിൾ ക്രോപ്സിലേക്കുള്ള അഡാപ്റ്റേഷൻ, പ്രത്യേകിച്ചും ക്രോപ്പ് കലണ്ടേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഹീറ്റ് ടോളറൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകളായിട്ടുള്ള ഫവ ബീൻസ്, കൗ പീസിനെയൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികളെ നടുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഷെഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇറിഗേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുവഴി എഫിഷ്യൻസി ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓർഗാനിക് ആയിട്ട് സോയിലിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടും അതിൽ ന്യൂട്രീഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ബെറ്റർ ആയിട്ടുള്ള വെജിറ്റബിൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സജഷൻസും പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തുവെക്കേണ്ടതാണ്. ഫ്രൂട്ട് ക്രോപ്പുകളിൽ കൃത്യമായിട്ടുള്ള മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, പ്രത്യേകിച്ചും ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് കൊണ്ടുവരിക, ആൻറ്റി ട്രാൻസ്പെറൻറ്റ് സ്പ്രേസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോഡർ സീഡുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിൽ ഫോഡർ സീഡുകൾ, ഈ കന്നുകാലികൾക്കും മറ്റുമൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ചെടികൾ ഡെവലപ്പ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അവർ ഇടപെട്ടിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നുണ്ട്. അടുത്തൊരു വാർത്തയാണ്, എന്താണ് ഈ ഒരു കാർബൺ ഇൻറ്റൻസിറ്റി എന്നുള്ളതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ കോർണറിൽ വന്നതാണ്, എന്താണ് കാർബൺ ഇൻറ്റൻസിറ്റി, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. നമുക്ക് ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാർബൺ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു സെക്ടറിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം എമിറ്റ് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഓർ ആക്ടിവിറ്റി ആണ് കാർബൺ ഇൻറ്റൻസിറ്റി. അതായത് 1 കിലോവാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കാർബൺ എമിഷൻ ചെയ്യുന്നു, അത്തരത്തിൽ പറയുന്നതിനെയാണ് കാർബൺ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇത് സെക്ടർ സ്പെസിഫിക് മെഷർ ആണെന്ന് ഓർത്ത്. ഉദാഹരണത്തിന് വ്യത്യസ്ത സെക്ടറിൽ വ്യത്യസ്ത രീതിയിലാണ്. ഉദാഹരണത്തിന് സ്റ്റീലൊക്കെയാണ് പറയുന്നതെങ്കിൽ ഒരു ടൺ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര ടൺ CO2 എമിറ്റ് ചെയ്യുന്നു, ഇതാണ് സ്റ്റീലിന്റെ കേസ്. മെഡിക്കൽ ഇൻഷുറൻസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ അവരുടെ ഇന്റൻസിറ്റി പറയുകയെന്ന് വെച്ചാൽ എത്രമാത്രം ക്ലെയിംസ് ഫുൾഫിൽ ചെയ്തു എന്നുള്ള, HR സർവീസുകൾ എത്രമാത്രം ഐഡിൽ അൺപ്രൊഡക്റ്റീവ് അവേഴ്സ് കുറച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ കാർബൺ ഇന്റൻസിറ്റി ഗവൺമെന്റ് ഒക്കെ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കമ്പയർഡ് ടു GDP ആണ്. ഉദാഹരണത്തിന് ഡെപ്റ്റ് പെർ GDP, അതായത് GDPയുടെ എത്ര ശതമാനം ഡെപ്റ്റ് ഉണ്ട് എന്ന രീതിയിലാണ് മെഷർ ചെയ്യുക എന്നുകൂടി ഓർത്തുക. അപ്പോൾ ഈ ഒരു കാർബൺ ഇൻറ്റൻസിറ്റി ഉദ്ദേശം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഓരോ സെക്ടേഴ്സും പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുവഴി കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 2024 ചൈന അവരുടെ കാർബൺ ഇൻറ്റൻസിറ്റിയിൽ 3.4% റിഡക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3.9% ടാർഗറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്തു. അപ്പോൾ ഇത്തരത്തിൽ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ ഒരു ഇന്റൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത, ഗവൺമെന്റ് ജെൻഡർ ബഡ്ജറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ യൂട്ടിലൈസേഷൻ കുറവാണ്, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം കുറവാണ് എന്നാണ് പറയുന്നത്. ഓൾറെഡി ജെൻഡർ ബഡ്ജറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ യൂസേജ് പ്രോപ്പർ അല്ല എന്നതാണ് ഒരു കാര്യമായിട്ടൊന്ന്. അടുത്തത്, അമേരിക്കൻ പ്രസിഡന്റും
സെലൻസ്കിയും തമ്മിൽ, ഉക്രൈനിയൻ പ്രസിഡന്റും തമ്മിലുള്ള ചർച്ചകൾ നടന്നതിന് ചർച്ചകൾ പരിതാപകരമായ അവസ്ഥ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചർച്ച വളരെ മോശം സാഹചര്യത്തിലേക്ക് പോയി, വളരെ ഹാർഡ് ആയിട്ടുള്ള രീതിയിലുള്ള കോൺവെർസേഷൻ നടന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഈ ഒരു സിറ്റുവേഷൻ മോശമായപ്പോൾ അതിലേക്ക് ഇടപെടുകയും പ്രശ്നത്തെ സോൾവ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉക്രൈനിയൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അടുത്തൊരു വാർത്ത വന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. അടുത്തത് ഇന്ത്യയുടെ AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വിഷയം ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള റെഗുലേഷൻ കൊണ്ടുവരേണ്ട ആവശ്യകതയെക്കുറിച്ചും ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉണ്ടാവേണ്ട ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.